ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമ്പോൾ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. റീസെൻ്റ്ലി ഞാൻ നമ്മുടെ കലൂർ കോട്ടൺ ഫാബ് എക്സിബിഷൻ നടക്കുന്നിടത്ത് പോയായിരുന്നു. സോ ലാസ്റ്റ് ഇയർ ഞാൻ പോയായിരുന്നു, ഈ വർഷവും ഞാൻ പോയി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം പോയിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളൂ. അത് ഞാൻ വിചാരിച്ചു ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഡ്രസ് മെറ്റീരിയലാണ്. ഇത് പ്യോർ കോട്ടൻ്റെ മെറ്റീരിയലാണ്. കണ്ടോ, ഫുള്ള് ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നതാണ്. ഇത് ചുമ്മാ ഞാനിങ്ങനെ റാൻഡമായിട്ട് നടന്നു പെട്ടെന്ന് എൻ്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തതാണ്. അപ്പോൾ തന്നെ ഞാൻ ഇത് പോയി അന്ന് മേടിക്കാൻ വിചാരിച്ചു. കുർത്തിയൊക്കെ തയ്ച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. സോ ഇത് ഞാൻ മേടിച്ചു. ഇതിന് മീറ്ററിന് എന്തോ 200 സംതിങ് എന്തോ 200 എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ട് ഓർക്കണം. 200 ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. നല്ലായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു സ്ലിംഗ് ബാഗാണ്. ഇങ്ങനെയാണ് ഈ ഒരു സ്ലിംഗ് ബാഗ്. ഇങ്ങനെ ഈ ഒരു ബോക്സിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇത് നല്ലൊരു ബൈ, ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഒരു ഷേപ്പിലാണ് വരുന്നത്. നല്ലൊരു ബൈയാണ്. ഈ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാനങ്ങ് മേടിച്ചു. ഇതിലെനിക്ക് തോന്നുന്നു ഒരു 700 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ജൂത്തീസാണ് കേട്ടോ. കണ്ടു, മേടിച്ചു. ഇതിനങ്ങനെ ഭയങ്കര വിലയൊന്നും ഇല്ല കേട്ടോ. ഇതിനെന്തോ എനിക്ക് തോന്നുന്നു 400 ആ ഒരു റേഞ്ച് എന്തോ ഉള്ളൂ. അത് മേടിച്ചു. നെക്സ്റ്റ് വന്നിട്ട് ഒരു ചിക്കൻ കറി കുർത്തിയാണ്. കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത് ക്യാമറയിൽ കാണുന്ന ഒരു കളറാണെന്ന് വെച്ചാൽ അല്ല, അതിനേക്കാളും കുറച്ചും കൂടെ കളറുണ്ട് ആക്ച്വലി. ഇത് ട്രാൻസ്പെറൻറ്റ് ചിക്കൻ കറി കുർത്തിയാണ്. ഇത് സീത്രൂ ആണിത്. അങ്ങനത്തെ മെറ്റീരിയലാണ്. ഇതിനെനിക്ക് തോന്നുന്നു ഒരു 1000 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇതൊരു നല്ലൊരു ബൈ ആയിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു കുർത്തിയാണ് കാണിക്കുന്നത്. ഒരു കുർത്തിയാണ് ഇത് ആക്ച്വലി, പക്ഷെ നമുക്ക് ഡ്രസ്സായിട്ടും യൂസ് ചെയ്യാം. കണ്ടോ, ഒരു ജസ്റ്റ് ബിലോ നീ ലെങ്ത് വരുന്ന ഒരു ടൈപ്പ് ഒരു കുർത്തിയാണ്. കോട്ടൻ്റെ ഫാബ്രിക് തന്നെ. ഇവിടെ നമുക്കിങ്ങനെ നോട്ടൊക്കെ ഇടാന്നുള്ളൊരു ഇതുണ്ട്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഫ്രീ സൈസാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കെട്ടൊക്കെ കെട്ടി അങ്ങനെ ഇടാം. ഒന്നെങ്കിൽ നമുക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട് പുറത്ത്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഡ്രസ്സായിട്ടും ഇടാം, അല്ലെങ്കിൽ കുർത്തിയായിട്ടും ഇടാം. അങ്ങനെ ദാറ്റ്സ് ഇറ്റ്. ഇതിനെന്തോ ഒരു 500 600 എന്തോ അത്രയ്ക്കേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഒരു കുർത്തിയാണ്. ഇത് എൻ്റെ കുർത്തിയല്ല, ഇത് അമ്മയുടെയാണ്. ഈ ഒരു കുർത്തി ഇത് നല്ല രസമാണ്. ഇങ്ങനെ കുറേ കളേഴ്സൊക്കെ വന്നിട്ട്, കുറേ കളേഴ്സില്ല, ഒരു ബ്രൗൺ കളർ, പിങ്ക് കളർ, പിന്നെ ഒരു ഓറഞ്ച് കളർ, എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡ് ഓഫ് കളേഴ്സാണ്. കുറച്ചിങ്ങനെ ഒരു ഗോൾഡൻ കളർ ഒരു ഡിസൈൻ, അങ്ങനെ ഒരു വർക്ക് ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 400 450 500 ആ ഒരു റേഞ്ചൊക്കെയാന്ന് തോന്നുന്നു. യെസ്. പിന്നെ വന്നിട്ട് ഒരു പാൻറ്റാണ്, ഒരു കോട്ടൺ പാൻറ്റ്. ഇതും എൻ്റെ അല്ല, അമ്മയുടെയാണ്. അമ്മ മേടിച്ചാണ്. ഒരു പിങ്ക് കളറാണ്. ഉണ്ടോ, ഒരു പിങ്ക് കളർ. ഇതിനകത്ത് ഇങ്ങനെ സിൽവർ കളർ സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെന്തോ എനിക്ക് തോന്നുന്നു ഒരു 200 250 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. അങ്ങനെ. നെക്സ്റ്റ് പിന്നെ വന്നിട്ട് പിന്നെയും ഒരു ജൂത്തിയാണ് കാണിക്കുന്നത്. ഇത് ലെതറിൻ്റെ ആണ്, ലെതർ ജൂത്തീസാണ്. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ പോയപ്പോൾ മേടിച്ചതാണ്. നേരത്തെ കാണിച്ച ജൂത്തീസും ഞാൻ ലാസ്റ്റ് ഇയർ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ജൂത്തീസ് ഇതൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ഇതിനൊക്കെ ഒരു 600 700 ആ റേഞ്ചിലൊക്കെയാണ് എല്ലാം തന്നെ വരുന്നത്. ലൈക്ക് 400ൻ്റെ ഉണ്ട്, 450 ആ റേഞ്ചിലും ഉണ്ട്. ഇങ്ങനെ 400 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഷർട്ടാണ്. കോട്ടൻ്റെ ഷോർട്ട്സ്, ഒരു ഗ്രീൻ കളറും ഇങ്ങനൊരു ബ്രൗൺ കളറും. ഇത് അച്ഛന് കണ്ടിട്ട് മേടിച്ചതാണ്. സോ
ഇതിന് ഒരെണ്ണത്തിന് 250 ഒക്കെ ഉള്ളൂ. അത് നല്ല വർത്തായിട്ട് തോന്നി. സോ 2 ഷർട്ടിനും കൂടെ 500 ഉള്ളൂ. സോ മേടിച്ചു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഒരു കുർത്തിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കുർത്തിയാണ്. ഇതൊരു ലെമൺ യെല്ലോ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ കളർ ഒന്നാമതില്ല. ഇത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. എനിക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, ഞാൻ മേടിച്ചു. സോ യാ, ഇതാണ്. That's it. നെക്സ്റ്റ് എന്താ കാണിക്കുക? ഞാൻ എന്തൊക്കെയെല്ലാം കാണിച്ചു തോന്നുന്നു. നെക്സ്റ്റ് ഈ ഒരു ബാഗാണ്. ഇതും ഞാൻ നേരത്തെ കാണിച്ച മാതിരി ആ ഒരു ടൈപ്പ് അല്ല, ഇത് വേറെ. ഇതിനും എന്തോ 600 അങ്ങനെ എന്തൊക്കെയോ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. That's it. നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് ഒരു മെറ്റീരിയലാണ്. ഇത് അമ്മയ്ക്ക് മേടിച്ചതാണ്. ഈ ഒരു കളറിൽ വന്ന ഒരു മെറ്റീരിയൽ, കുർത്തി മെറ്റീരിയലാണ്. ഇതിന് 200 ഉള്ളൂ പെർ മീറ്റർ. നല്ലൊരു ബൈയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഷോളും കിട്ടിയിട്ടുണ്ട്. ഷോൾ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാണ്. ഇതിൻ്റെ തന്നെ എല്ലാ മെറ്റീരിയൽസിനും അവർ തന്നെ പെയർ ചെയ്ത് നമുക്ക് വരും ഷോളൊക്കെ. സോ യാ. നെക്സ്റ്റ് വന്നിട്ട് ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് കാര്യം കാണിക്കണം. നെക്സ്റ്റ് വന്നിട്ട് ജ്വല്ലറി ഞാൻ അധികം ഒന്നും മേടിച്ചൊന്നുമില്ല. ഇത്തവണ പോയപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് ജ്വല്ലറി. പക്ഷെ ഞാൻ വിചാരിച്ചൊരു സാധനം എനിക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെ ഇഷ്ടം പോലെ ഇയറിങ്സും ഹാൻഡ് മെയ്ഡ് ഇയറിങ്സൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ പക്ഷെ വേണ്ടാന്ന് ഓർത്തു. മേടിച്ചാൽ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അതുകൊണ്ട് അല്ലാത്തേക്കൊന്നും പോയില്ല. സോ ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു മാലയും ഇതിൻ്റെ കമ്മലും ഉണ്ട്. നല്ല രസമാണ് ഈ മാല. സാരീസിൻ്റെ കൂടെയും കുർത്തീസിൻ്റെ കൂടെയൊക്കെ ഇടാം. അതിൽ ഇതിൻ്റെ കമ്മലും ഉണ്ട് കേട്ടോ. ഈ ഒരു കമ്മൽ, ഈ ഒരു തന്നെ ഇതിൻ്റെ ഒരു കമ്മലും കൊണ്ടിട്ട്. പിന്നെ വന്നിട്ട് നെക്സ്റ്റ് ഒരു മാലയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാലയാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് സംഭവമുണ്ട് കേട്ടോ. എനിക്ക് ക്യാമറയിലൊക്കെ എൻ്റെ ഭംഗി ഒട്ടും അറിയണില്ല. നല്ല ഭംഗിയാണ് ഈ മാല കാണാൻ. ഇതിനകത്ത് കണ്ടോ ഒരു ഗ്രീൻ കളർ, ഒരു എമറാൾഡ്, ഒരു സ്റ്റോൺ വരുന്ന എമറാൾഡ് കളർ സ്റ്റോൺ വരുന്ന ഒരു മാലയാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഡീപ്പ് നെക്ക് ബ്ലൗസൊക്കെ ഇടുമ്പോൾ, ഒരു സ്ക്വയർ നെക്ക് ബ്ലൗസോ അല്ലെങ്കിൽ വി നെക്കൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും ഈ മാലയൊക്കെ ഇടാൻ. സാരി കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പം ഈ ഡ്രസ്സിൻ്റെ കൂടെ ആക്ച്വലി കാണത്തില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഹോളിഡേയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് ടൈം കോട്ടൺ ഫാബ്രിൽ പോയപ്പോഴും ഇങ്ങനെ ഈ ഗൂഗ്രൂസ് വരുന്ന ഈ ചെരുപ്പ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ടൈമിൽ ഞാൻ എടുത്തില്ല. പിന്നെ വെറുതെ എന്തിനാന്ന് ഓർത്തിട്ട് എടുത്തില്ല. പക്ഷെ ഇത്തവണ പോയപ്പോൾ ഞാൻ എടുത്തു. ഐ കുഡിന്റ് ഡ്രസ്സസ് മൈസെൽഫ്. കാരണം ഇത് കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ഈ പാദസ്വരമൊക്കെയാണ് ഓർമ്മ വന്നത്. പണ്ട് നമ്മൾ കാലിട്ട് നടക്കുന്ന പാദസ്വരത്തിൻ്റെ ആ സെയിം സാധനം ഇപ്പോൾ പാദസ്വരമായി ചെരുപ്പുമായി രണ്ടും ഒരു സാധനത്തിൽ കിട്ടി. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിൻ്റെ തന്നെ ഇത് മറ്റേ ലെതറിൻ്റെ ചെരുപ്പിൽ പറഞ്ഞത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗുങ്ക്രോസ് ലെതറിൻ്റെ മെറ്റീരിയൽ കണ്ടതും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആക്ച്വലി അത് നല്ലതായിരുന്നു. കുറച്ചുകൂടി നല്ലത് ലെതർ മേടിക്കണതാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് ഇത് ഇട്ടപ്പോൾ എൻ്റെ കാല് നല്ല ഇങ്ങനെ ഒതുങ്ങിയിരിക്കണമെന്ന് തോന്നി. കാലിന് ഭയങ്കര ഭംഗി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഭംഗി മാത്രം നോക്കിയിട്ടാണ് അത് മേടിച്ചത്. That's it. So yeah, that's all about the video. എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര എക്സ്ട്രാordinary ഐറ്റംസ് ഒന്നും ഇല്ല. കാരണം നമ്മൾ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു ലാസ്റ്റ് ഇയർ ഒക്കെ പോയപ്പോൾ. പക്ഷെ അതൊന്നും എനിക്ക് എന്തൊക്കെയാണെന്ന് പോലും ഓർമ്മയില്ല. അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കാണുന്നതൊക്കെ മേടിച്ചായിരുന്നു. കുറച്ച് ഈറ്റബിൾസ് ഒക്കെ കുറച്ച് മേടിച്ചായിരുന്നു. ഈ പിക്കിൾസ്, പിന്നെ അങ്ങനത്തെ സ്നാക്സ്, പിന്നെ
ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ എന്ത് ചെറിയ ചോക്ലേറ്റ്സിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് എന്തൊക്കെ ചെറുതായിട്ടൊക്കെ മേടിച്ചു. പിന്നെ അതുപോലെ കിച്ചണിലേക്ക് മേടിക്കണം എന്തൊക്കെ സാധനങ്ങൾ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെ മേടിച്ചിരുന്നു. അതൊന്നും ഞാൻ ഇവിടെ വെച്ചിട്ടൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. കോട്ടൺ ഫാബ് എക്സിബിഷൻ തീർന്നിട്ടില്ല, ഈ മന്ത് ലാസ്റ്റ് വരെ ഉണ്ട്, ജൂലൈ ലാസ്റ്റ് വരെ ഉണ്ട്. സോ എല്ലാവരും പോയി ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കുക, എൻജോയ് ചെയ്യുക. ഇഫ് യു വാണ്ട് മോർ ഹോൾ വീഡിയോസ് ലൈക്ക് ദിസ് പ്ലീസ് ഡു കോമെൻറ്റ് ബിലോ. So that's it. Thank you for watching the video, and yeah, happy shopping. Bye bye.